ഭരണകക്ഷി MLA ആയ PV അൻവർ വളരെ തുറന്നടിച്ച് സർക്കാരിനെ വിമർശിച്ചിരിക്കുകയാണ്. ഇന്നലെ വരെ അദ്ദേഹം മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹം ഒരു തികഞ്ഞ പരാജയമാണെന്നും പാർട്ടിയുടെ എല്ലാ നയങ്ങളും അദ്ദേഹം കാറ്റിൽ പറത്തിയെന്നും ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും ആവശ്യപ്പെട്ടിരിക്കുക. അപ്പോൾ ഇന്നലെ വരെ പ്രതിപക്ഷം പറഞ്ഞത് പൂർവാധികം ശക്തമായി ഇന്ന് ഭരണകക്ഷി MLA തന്നെ ഉന്നയിച്ചിരിക്കുക. ഇതിനു പുറമെ അജിത് കുമാറിനെ ഇന്നലെ അദ്ദേഹം വിശേഷിപ്പിച്ചത് നൊട്ടോറിയസ് ക്രിമിനൽ എന്നാണ്. അപ്പോൾ ഒരു നൊട്ടോറിയസ് ക്രിമിനലായ അജിത് കുമാറിനെയും എല്ലാ തിന്മകളുടെയും ആസ്ഥാനമായ ശശിയെ ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ കഴിഞ്ഞ 8.5 വർഷക്കാലത്തെ ഭരണപരാജയം ഓരോന്നായി ഭരണകക്ഷി MLA തന്നെ അക്കമിട്ട് നിരത്തിയിരിക്കും. ഇപ്പോൾ പ്രതിപക്ഷത്തിന് മാത്രമല്ല, ഭരണപക്ഷത്തിനും വേണ്ടാത്തൊരു ഗവൺമെൻറ്റായി പിണറായി സർക്കാർ മാറിയിരിക്കും. ഇങ്ങനൊരു അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ പിണറായി തയ്യാറാകണം. പൂരം കലക്കിയത് പിണറായി വിജയൻ്റെ അറിവോടുകൂടിയാണെന്ന് നാൾക്ക് നാൾ വ്യക്തമായി വരിക. അപ്പോൾ പൂരം കലക്കി BJPയെ വിജയിപ്പിച്ച ആ പാവക്കറ മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് അന്വേഷണ പ്രഹസനങ്ങളുമായിട്ട് മുഖ്യമന്ത്രി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിലിപ്പോൾ ഏറ്റവും രസകരമായ കാര്യം, അജിത് കുമാർ BJP നേതാക്കളുമായി സംസാരിച്ചോ എന്നറിയാൻ എന്തിനാണ് ഒരു അന്വേഷണം നടത്തേണ്ടത്? എന്തിനാണ്? മുഖ്യമന്ത്രിക്ക് നേരിട്ട് ചോദിച്ചാൽ പോരെ. അജിത് കുമാറിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനല്ലേ. കാരണം കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ കക്ഷികൾ എതിർക്കുന്ന ആശയമാണ് RSSൻ്റെ. ആ RSS നേതാക്കളുമായി ഒരിക്കലല്ല 2 തവണ എന്തുകൊണ്ട് ബന്ധപ്പെട്ടു? പൂരം അലങ്കോലമാവുന്ന സമയത്ത് തൃശ്ശൂരിലുണ്ടായിരുന്ന ADGP എന്തുകൊണ്ട് പ്രശ്നത്തിൽ ഇടപെട്ടില്ല? ഇതൊക്കെ മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് വിളിച്ച് ചോദിക്കാവുന്ന കാര്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് അതിനോട് മോഹന്തിരിക്കുന്നത്? അപ്പോൾ ബിഹൈൻഡ് ദ കർട്ടൻ മുഖ്യമന്ത്രിയാണെന്ന് പൂർണ്ണമായി വ്യക്തമായിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, ഇനി ഈ മുഖ്യമന്ത്രിയെ ആർക്കും വിശ്വാസമില്ല. സ്വന്തം സഖാക്കൾക്ക് വിശ്വാസമില്ല, ഞങ്ങൾ പ്രതിപക്ഷത്തിന് നേരത്തെ വിശ്വാസമില്ല, ഭരണകക്ഷി MLA മാർക്കും വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾ ഇന്നലെ 24-ാം തീയതി ഞങ്ങളുടെ സമരം എന്ന് പറയുന്നത് പൂരം കലക്കി മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളതായിരുന്നു. ഇന്ന് ഭരണകക്ഷി MLA തന്നെ അത് പറഞ്ഞിരിക്കുന്നു. ഇതിന് പുറമെയാണ് അജിത് കുമാറിനെ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് ഭരണകക്ഷി MLA തന്നെ സൂചിപ്പിക്കുന്നത്.